യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്വസ്ഥതയിൽ പ്രവേശിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വസ്ഥതയുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. പിതാക്കന്മാർ സദ്വർത്തമാനം കേട്ടവരായിരുന്നു. എന്നാൽ കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കായകൊണ്ട് അതവർക്ക് ഉപകാരമായി വന്നില്ല. ഇന്ന് പകൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങളെ സഹായിക്കുന്ന വചനമാണ്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയുടെ നടുവിൽ നിങ്ങളെ മനസ്സിലാക്കുവാനോ നിങ്ങളെ സഹായിപ്പാനോ ഈ ഭൂമിയിൽ ആർക്കും കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തല്ലിയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ വിഷയങ്ങളെ വിവേചിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ വിഷയങ്ങളെ തൊടുവാൻ കഴിയും, വിടുവിക്കുവാൻ കഴിയും, സൗഖ്യമാക്കുവാൻ കഴിയും. വചനത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇന്ന് പകൽ ആ വചനം നിങ്ങൾക്ക് ഉപകാരമായി തീരുവാൻ നിങ്ങൾ വചനത്തെ വിശ്വസിക്കുവാൻ തയ്യാറാകണം. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്ന ദൈവം, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം. നിങ്ങളുടെ വിഷയം അത് എത്ര വലുതായിരുന്നാലും എത്ര അധികമായിരുന്നാലും യേശുവിന് കഴിയാത്ത കാര്യങ്ങൾ ഇല്ല. നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ച് ഏറ്റെടുക്കണം. യേശുക്രിസ്തുവിന് സകലവും സാധ്യമാണ്. ആരാണ് വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്നവർ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഉപകാരമായി തീരുകയില്ല. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചാൽ യേശു എൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ കർത്താവാണ്, യേശു ഈ ഭൂമിയിൽ വന്നത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ് വന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞ് യേശുവിനെ നിങ്ങൾ കർത്താവെന്ന്, രക്ഷിതാവെന്ന്, നിങ്ങളുടെ നായകനെന്ന് നിങ്ങൾ സ്വീകരിച്ചാൽ, നിങ്ങൾ വിശ്വസിച്ചാൽ, വചനം പറയുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവന് സമാധാനമുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മക്കളുടെ മക്കൾക്കും കൊടുക്കാൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരേ ഒരു സന്ദേശം ഇത് മാത്രമാണ്. സകല ബന്ധനങ്ങളും അഴിയുന്നത്, സകല ശാപങ്ങളും അഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ മുൻപിലാണ്. എല്ലാ വാഴ്ചകളും അധികാരങ്ങളും ആയുധവർഗം വെച്ചത് യേശുവിൻ്റെ മുൻപിലാണ്. നിങ്ങളെ സഹായിപ്പാൻ മറ്റാർക്കും കഴിയുകയില്ല. യേശുക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും നിങ്ങളെ സഹായിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ജയിച്ച ദൈവമായി നിങ്ങളെ വീണ്ടെടുക്കുവാൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തവുമായി അവൻ നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ നിന്ന് മുട്ടുകയാണ്. നിങ്ങൾ അതിനോട് പ്രതികരിക്കണം. യേശുവേ, ഇന്ന് മുതൽ അവിടെ നിൻ്റെ കർത്താവാണ്, അവിടെ നിൻ്റെ രക്ഷിതാവാണ് എന്ന ഹൃദയത്തിൽ അവനെ സ്വീകരിക്കണം. അതുമാത്രം പോരാ, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങൾ യേശുവിൻ്റെ വചനത്തോട് അനുസരണം കാണിക്കേണ്ടതിന് യേശു പറഞ്ഞ കൽപ്പനയായ സ്നാനം സ്വീകരിക്കുവാൻ ഇന്ന് പകൽ മുൻപോട്ട് വരണം. അത് മനുഷ്യൻ്റെ കൽപ്പനയല്ല, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് അനുസരണമാണ്. ആദിയിൽ ഏദനിൽ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഇന്ന് പകൽ
അനുസരണത്തിന് വേണ്ടി ദൈവം വിളിക്കുകയാണ്. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മനാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിനി താമസിക്കരുത്. നിങ്ങൾ വേഗത്തിൽ അവൻ്റെ കൽപ്പന അനുസരിക്കണം. മനുഷ്യരെക്കാൾ ദൈവത്തെ നാം ബഹുമാനിക്കണം. മനുഷ്യരെക്കാൾ നാം ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ഇത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൽപ്പനയാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിടുതലിന് വേണ്ടിയുള്ള കൽപ്പനയാണ്. നിങ്ങളതനുസരിച്ചാൽ, നിങ്ങൾ അതിനു വേണ്ടി ചുവടുകൾ വെച്ചാൽ, അടുത്ത നിമിഷങ്ങൾ നിങ്ങൾ സ്വതന്ത്രരാവുകയാണ്. നിങ്ങൾ കുടുംബമായി വിടുവിക്കപ്പെടുകയാണ്. അതെ, നിങ്ങൾ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.